വളരെ ശ്രദ്ധിച്ച് ചെല്ലണം. വലിയ പവറാണ്. സിഹിറുള്ളവരുടെ സിഹിർ അതിങ്ങനെ പല അടയാളങ്ങളായി വന്ന് ബാത്തിലാകും ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്ത് എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊട്ടുവാ രൂപത്തിലോ തലവേദനയായിട്ടോ ഛർദിക്കുന്ന ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയോ അതിൽ തലകറക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി അത് ഇൻഷാ അല്ലാഹ് റാഹത്താവും. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, കമന്റിൽ ഇങ്ങനെ എഴുതി അറിയിച്ചോളി. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത് ചെല്ലുമ്പോ വരും ഇൻഷാ അല്ലാഹ്. ഇന്ന് മുതൽ നമ്മൾ ഇൻഷാ അല്ലാഹ് തുടങ്ങാണ് പരിശുദ്ധമായ ഖുർആനിന്റെ മരുന്നാണ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും റബ്ബേ ഇനി സിഹ്ർ നീ കൊടുക്കല്ലേ അല്ലാഹ്. സിഹ്ർ ഉണ്ടെങ്കിൽ അത് ബാത്തിലാക്കണേ അല്ലാഹ്, കൈവശം ബാത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പൈശാചിക ശർറ് നീ ബാത്തിലാക്കണേ അല്ലാഹ്. നല്ല നിയ്യത്ത് വെച്ചിട്ട് കൂടെ ചെല്ലട്ടോ ഇൻഷാ അല്ലാഹ്. ലൈസ ലഹാ എന്ന് പറഞ്ഞേ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ ഇൻഷാ അല്ലാഹ്. 6:15